ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്നിതാ ഒരു സ്പെഷ്യൽ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അതേപോലെ തന്നെ ഇതിലേക്ക് കറികളൊന്നും വേണ്ട, ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായ പുട്ടാണ്. അപ്പോൾ ഈ പുട്ട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം. എന്നാ വരി. അപ്പോൾ ഞാനിതാ പുട്ടുണ്ടാക്കാനും വേണ്ടി പവൻ്റെ സ്റ്റീമുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏത് പുട്ടുപൊടിയാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അപ്പോൾ എനിക്ക് ആവശ്യമായ പുട്ടുപൊടിക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് കുറച്ച് നേരം ഇവിടെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് നേരത്തിന് ശേഷം പുട്ടുപൊടി ഇതേപോലെ കട്ടായിട്ടാണ് ഉണ്ടാവല്. അപ്പോൾ പേടിക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ പുട്ടുപൊടി നല്ല റെഡിയായി വന്നോളൂ. ഇപ്പോൾ ഇതാ പുട്ടുപൊടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെഷ്യൽ പുട്ടിനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതാ ഞാൻ ഒരു വലിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. 2-3 സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പം ഞാനിതാ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിതാ കുറച്ച് അധികം തന്നെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. സ്പെഷ്യൽ പുട്ടാണെന്ന് കരുതിയിട്ട് പുട്ട് ചുടുന്നതിൽ പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ല. സാധാ നോർമൽ പുട്ട് ചുടുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇടുക, എന്നിട്ട് പുട്ടുപൊടി ഇടുക, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. ഞാനിവിടെ 2 കഷ്ണം വെച്ചിട്ടാണ് ഒരു കുറ്റിയിൽ ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് 3 കഷ്ണം വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. അപ്പോൾ അത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തെടുത്താൽ പുട്ട് റെഡിയാവും കേട്ടോ. അതിനത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ആവി വന്നതിന് ശേഷമാണ് ഞാനിവിടെ പുട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം കണ്ടില്ലേ, പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഈ പുട്ട് കുത്തുമ്പോൾ തന്നെ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടാ. തീരെ പുട്ട് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി അവർ കഴിച്ചോളൂ. നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. പിന്നെ ഇതിലേക്ക് വേറെ കറികളൊന്നും വേണ്ട. ചൂട് ചായയുടെ കൂടെ ഈ ചൂട് പുട്ട് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളി. അപ്പോൾ ശരി കേട്ടാ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.